ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. മലപ്പുറത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ പ്രവാസി വ്യവസായി ഷമീറിനെ കൊല്ലത്ത് നിന്ന് കണ്ടെത്തി. ഷമീറിനോട് മുൻ സ്റ്റാഫിനുണ്ടായ വൈരാഗ്യമാണ് തട്ടിക്കൊണ്ടുപോകലിൽ എത്തിച്ചത്. മുൻ സ്റ്റാഫ് അടക്കം 6 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഹംഷീർ, അഫ്സൽ, മുസ്തഫ, ഷംസീർ, മുഹമ്മദ് നൈഫ്, ഷഹീർ തുടങ്ങിയവരാണ് പോലീസിന്റെ പിടിയിലായത്. ഇവരെ പാണ്ടിക്കാട് എത്തിക്കും. പ്രവാസി വ്യവസായി ഷമീറിനെ കൊല്ലം അഞ്ചൽ കുരുവിക്കോണത്ത് നിന്നാണ് പോലീസ് കണ്ടെത്തിയത്. മലപ്പുറത്തു നിന്നുള്ള അന്വേഷണ സംഘവും കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് ഷമീറിനെ കണ്ടെത്തിയതും തട്ടിക്കൊണ്ടുപോയ സംഘത്തെ പിടികൂടിയതും. രാത്രി തന്നെ നമ്മളുടെ സ്പെഷ്യൽ ടീം വർക്ക് ചെയ്ത് പറഞ്ഞ് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് ഇന്ന് രാവിലെ 2:11 സമയത്ത് ആ സമയത്താണ് നമുക്ക് വിക്ടിമിനെയും കൂടാതെ പ്രതികളെ ഒരു തമിഴ്നാടിലേക്ക് കടക്കുന്ന ഭാഗത്ത് കൊല്ലം ജില്ലയിൽ എക്സാക്ട്ലി കൊല്ലം റൂറൽ പോലീസ് ജില്ലയിൽ നിന്ന് കൊല്ലം റൂറൽ പോലീസിൻ്റെയും നമ്മുടെ മലപ്പുറം പോലീസിൻ്റെയും ജോയിൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷനിൽ ഇവരെ ഇന്റർസെപ്റ്റ് ചെയ്യാനും വിക്ടിമിനെ സേഫായിട്ട് പ്രതികളെ കോഴിക്കോടേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന നടപടി നടന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ്ട് 36 മണിക്കൂറോളം എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. പ്രതികൾ കൂടുതൽ പേര് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഭാഗത്തുള്ളവരാണ്. അവർ ചിലർക്ക് ആൻറ്റിസെഡൻസ് പോലുള്ള ആൻറ്റിസെഡൻസ് ഉണ്ട്. ഒരാൾ സ്പെസിഫിക്കലി ഈ പ്രവാസിയായിട്ടുള്ള വ്യവസായിയുടെ മുൻ സ്റ്റാഫാണ്. ജോലി ചെയ്യുന്നുണ്ട്, മുൻ സ്റ്റാഫ് കൂടിയാണ്. ഷമീറിനെ തട്ടിക്കൊണ്ടുപോയത് തമിഴ്നാട് ഭാഗത്തേക്കായിരുന്നു. പ്രതികൾ ചാവക്കാട് മേഖലയിൽ നിന്നുള്ളവരാണെന്നും പ്രതികളിൽ ഒരാൾ ഷമീറിന്റെ മുൻ സ്റ്റാഫാണെന്നും മലപ്പുറം SP വിശ്വനാഥ് പറഞ്ഞു. ഷമീറിന് ആരോഗ്യ പ്രശ്നങ്ങളില്ല. പ്രതികൾ വാഹനങ്ങൾ മാറി മാറി ഉപയോഗിച്ചു. വാഹനം വാടകയ്ക്ക് കൊടുത്തവരെ ചോദ്യം ചെയ്തതാണ് അന്വേഷണത്തിൽ നിർണായകമായത്. പാണ്ടിക്കാട് സ്വദേശിയാണ് ഷമീർ. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ ഷമീറിനെ കാറിലെത്തിയ ഒരു സംഘം തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പാണ്ടിക്കാട് നിന്ന് വീട്ടിലേക്ക് ബൈക്കിൽ മടങ്ങുകയായിരുന്ന ഷമീറിനെ GLP സ്കൂളിന് സമീപത്ത് വെച്ചായിരുന്നു ഒരു സംഘം ആളുകൾ ഇന്നോവ കാറിലേക്ക് വലിച്ചു കയറ്റിയത്. കുതറിമാറാൻ ഷമീർ ശ്രമിച്ചെങ്കിലും സംഘം ഷമീറിനെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റുകയായിരുന്നു. ദുബായിൽ ജോലി ചെയ്യുന്ന ഷമീർ ഈ മാസം 4-നാണ് നാട്ടിലെത്തിയത്. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.